ഇതൊരു പൂർണ്ണ ഗർഭിണിയുടെ ചിത്രമാണ്. ഒരു ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ 3 ഘട്ടമാണ്. 3-ാം മാസം, 6-ാം മാസം, 9-ാം മാസം. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട അവസ്ഥയാണ് ഗർഭാവസ്ഥ എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ ഈ രാരി എന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ പ്രസക്തി. നമ്മൾ ഒരു കല്യാണം മുതൽ അവരുടെ ഗർഭം, അത് കഴിഞ്ഞ് പിന്നെ പേര് ചൊല്ലൽ, അവരുടെ ബർത്ത്ഡേ വരെ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങ് എടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, 10-40 സ്റ്റാഫുണ്ട് ഇവിടെ. എന്തുകൊണ്ടാണ് നിങ്ങൾ 4 പേരെ മാത്രം നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്? അറിയില്ല. ടാർജറ്റ് തയ്ക്കുന്നില്ല നിങ്ങൾ, അതാണ് പ്രശ്നം അല്ലേ? ശരിയാണ് സാർ. അപ്പോൾ ഈ ടാർജറ്റ് തയ്ക്കണം. ബാക്കി എല്ലാവരും ടാർജറ്റ് തികച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ടാർജറ്റ് തികച്ചിട്ടില്ല. നമുക്ക് ഇവിടുത്തെ 6-7 ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ട്. അവിടെ വരുന്ന ഗർഭിണികളുടെ നമ്പർ അവർ നമുക്ക് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അടുത്ത ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പോയി OP ടിക്കറ്റൊക്കെ എടുത്ത് അവർ വരുന്നത് കാത്തു നിന്ന് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കണം. അങ്ങനെ എല്ലാ മാസവും കണ്ടിന്യൂ ആയിട്ട് ചെക്കപ്പിന് വേണ്ടി നമ്മൾ ഇവരെ കൊണ്ടുവരണം. പ്രസവം കഴിഞ്ഞ് വളരെ കരുതലോടെ ഇവരെ വീട്ടിലാക്കണം. വീട്ടിലാക്കി കഴിഞ്ഞ് നമ്മുടെ പരിപാടി തീർന്നോ? ഇല്ല. പിന്നെ പേരിടിയിലുണ്ട്. അടുത്ത ബർത്ത്ഡേ വരെയാണ് നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കോൺട്രാക്ട്. ചുരുക്കം പറഞ്ഞാൽ സമയമില്ലാത്ത മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി സമയമുള്ള മാതാപിതാക്കളും ബന്ധുക്കളും ആകണം നമ്മൾ. ഇതേ രാജ്യം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾ വന്നിട്ട് ഇപ്പം എത്ര കാലമായി? ഞാൻ 6 മാസമായി സാറേ. എന്നിട്ട് ഒരു കേസെങ്കിലും കൊണ്ടുവന്നോ? ഒരെണ്ണം? സാറേ ഞാൻ പലരുടെ പുറകിൽ ഇങ്ങനെ നടന്നു. അവർക്കൊന്നും രാരിയുടെ അടുത്തോട് താല്പര്യമില്ല. 2 വർഷം കഴിയട്ടെന്നൊക്കെ പറയണം. എടു ഇയാളെ കണ്ടുപിടിച്ചേ. ഇയാളെ കണ്ടുപിടിക്കുക. 2 വർഷമായുള്ള ഇവിടെ വന്നിട്ട് ഈ വർഷം തന്നെ 2 കേസ് നമുക്ക് തന്നത്. 2 കേസ്. അതെങ്ങനെയാണ്? അത് ഒരെണ്ണം എൻ്റെ ഭാര്യയുടെ. അപ്പൊ മറ്റേതാ? അതും എൻ്റെ ഭാര്യയുടെ. അതെങ്ങനെയാണ് ശരിയാവണത്? ഒരു ഭാര്യ 2 പ്രാവശ്യം പ്രസവിക്കും ഒരു കൊല്ലത്തിൽ? 2 പ്രാവശ്യം കല്യാണം കഴിക്കാനല്ല, ഞാൻ 2 കെട്ടി. സാർ, ഈ കമ്പനിക്ക് വേണ്ടി ടാർജറ്റ് ഒപ്പിക്കണ്ടേ സാർ? ഇനിയും ഞാൻ തയ്യാറാണ് സാർ. കമ്പനിക്ക് വേണ്ടി ടാർജറ്റ് ഒപ്പിക്കാൻ 2 മുറപ്പെണ്ണ് കിട്ടുണ്ട്. അതിന്റെ 2 ഞാൻ കേട്ടു. ഞാൻ കല്യാണം കഴിച്ച ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ നടക്കായിരുന്നു. ജോലി കിട്ടി, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല സാറേ. സാറിന്റെ പരിചയത്തിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 വർഷം 2 എടോ, എനിക്കിവിടെ മാമാപ്പണിയല്ല, ഇവൻറ്റ് മാനേജ്മെന്റ് MD ആണ് ഞാൻ. മനസ്സിലായില്ലേ? കമ്പനിക്ക് വേണ്ടി ഞാനൊരു കാര്യം തീർത്ത് പറയാം. ടാർജറ്റ് തികച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളയും. അതിന് യാതൊരു സംശയം വേണ്ട സാർ. ഞാൻ പറയണത് എൻ്റെ കൂടെ വിനോദിന് ഒരു ദിവസം വർക്കിന് വിടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. അത് വേണോ റോണി? ഞാൻ ഏറ്റു സാർ. ഒരാളുടെ ജോലി കളയണ ശരിയല്ല. ഒരു കാര്യം ചെയ്യാം, റോണിയുടെ കൂടെ ഒന്ന് പോ, എന്നിട്ട് പഠിക്കുക എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഏറ്റവും വിശദം കണ്ട് പഠിച്ചിട്ട് ടാർജറ്റ് തയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ഇത് ബാധകമാണ് കേട്ടല്ലോ. എൻ്റെ ദൈവമേ, ദേ കണ്ടോ, രാവിലെ ആടുന്നുണ്ട്. ഇപ്പം എങ്ങനെയാ ആടുന്നേ സാർ? തള്ളിയത് കൊണ്ട്. ഈ തള്ളു നിങ്ങൾ ഇവിടെ തള്ളാതെ ഈ ഓരോ വീടുകളിലും കയറി നടന്ന് കൊണ്ട് തള്ളി ടാർജറ്റ് തികച്ച് കൊണ്ടുപോവാ എൻ്റെ മക്കളെ ഇങ്ങോട്ട്. റോണി, ഇയാളെ കൊണ്ട് നടന്നിട്ട് ടാർജറ്റ് തികച്ചില്ല എന്നെങ്കിൽ റോണി പിന്നെ കെട്ടേണ്ട ഒരു കാര്യം പറയാം. ഞാൻ തയ്യാറാണ് സാർ. കമ്പനിക്ക് ടാർജറ്റ് ഒപ്പിക്കണമല്ലോ. ഞാൻ 2 or 3 കെട്ടാ. ആഹാ, എന്ത് നല്ല മണം. ഇത് നമുക്ക് അങ്ങോട്ട് വെട്ടിക്കണ്ടിച്ച് അങ്ങോട്ട് തിന്നാലാ. വിനോദേ, ടാർജറ്റ് ഒപ്പിക്കണമെന്ന് ആഗ്രഹമില്ല? അല്ല, ടാർജറ്റ് ഈ ചക്കയും അങ്ങനെയല്ല, ഞാൻ അത് ഏറ്റപ്പോഴേ ഞാൻ പറഞ്ഞു. നമ്മൾ എന്തിനാണ് ഈ ചക്കയും മാങ്ങയായിട്ട് ഒരു ഗർഭിണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കണത്. എന്തിനാണ് ഇതൊക്കെ കൊണ്ട്? ഇതൊരു ഗർഭിണിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഗർഭിണി ഇതിന്റെ സ്മെല്ല് പിടിക്കുന്നു. ഗർഭിണികൾക്ക് പച്ചമാങ്ങ, ഇത് ഫ്രൂട്ട്സ്, പുളി, ഇതിനോടൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് വർക്ക് ചെയ്യുമ്പോൾ അവര് പറയുന്നു ഇതിന്റെ സ്മെല്ല് കേട്ടുണ്ട്, എനിക്ക് എന്തായാലും രാരാരും ഇവന്റ് മാനേജർ ഗ്രൂപ്പിൽ പ്രസവിച്ചാൽ മതി, അവരെന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആ ടാർജറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് ആഡ് ചെയ്യുന്നു. ചെറിയൊരു സോപ്പിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മളത് അങ്ങനെ വർക്ക് ചെയ്യണം കേട്ടോ. അതാണ് നമ്മൾ അതിന് വേണ്ടി പോകുന്നത്. ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായല്ലോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പൊ വിനോദ് അവരുമായിട്ടും സംസാരിക്കണം. ഈ നാട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കണം. നമുക്ക് അത്യാവശ്യം വേണ്ടത് ഈ നാട്ടിൽ ഗർഭിണികളുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങോട്ട് പോകുന്നു. മനസ്സിലായോ? ചേട്ടാ, ഈ പരിസരത്ത് എവിടെയെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരോ കല്യാണം കഴിച്ചവരോ ഗർഭിണികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതെ, ഗർഭിണി ഇവിടെ വരണുണ്ട്. അന്ന് നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെ പോവാ. പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, എന്നാ പിന്നെ ശരിയാവൂല. വിനോദേ, അതും കൂടെ ഞാനങ്ങ് കഴിച്ചാലോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അല്ല, നമുക്ക് ടാർജറ്റ് ഒപ്പിക്കണ്ടേ? അല്ല, നിങ്ങളാരാണ്? ഞങ്ങളൊരു അതെ, ഞങ്ങൾ ഈ രാരിരം ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരാണ്. ചേട്ടന്റെ അറിവില്ല ഇവിടെ വേറെ എവിടെയെങ്കിലും ഗർഭിണി ഉള്ളതായിട്ട്? കല്യാണം കഴിച്ചിട്ട് സോമന്റെ അവൻ ഒരു പെണ്ണെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോയി വർക്ക് ചെയ്യാം. അല്ല, ഈ ചക്കൻ വാങ്ങി എന്തിനാണ്?
ഇത് ചക്കയും മാങ്ങ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗർഭിണികളുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒരു ഗർഭിണിയുടെ പ്രസവം മുതല് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അവരുടെ ബർത്ത്ഡേ വരെ കൊച്ചിന്റെ ബർത്ത്ഡേ വരെ ഞങ്ങൾ നടത്തുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അതെ അതെ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഗർഭിണികൾ ഉണ്ടെങ്കിൽ ഇവരെ അറിയിക്കണം. കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ ഓക്കെ, ഇതിരിക്കട്ടെ. വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിലേ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെങ്കിൽ നമ്മളെ ഒന്ന് അറിയിച്ചേക്കണം. നിങ്ങൾ നേരത്തെ എന്തോ കാര്യം പറഞ്ഞ ഒരു കമ്മീഷന്റെ കാര്യം. അതെ അതെ, നമുക്ക് വർക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു മാങ്ങ കൊടുത്തന്നേര്. മാങ്ങ വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ ഇന്ന് അവള് ചാള മേടിച്ചാണ്. അപ്പൊ മാങ്ങിട്ടൊക്കെയല്ല പുളിയിട്ടുണ്ടല്ല. ഓഹോ, ചാളയിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടോ. പുളിയില്ലാത്ത പിള്ളേരെ വേറെ ഉണ്ട്, അവർക്ക് കൊടുത്തേ. കൊടുക്ക്. എന്റെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തോളാം. അച്ഛൻ കയറി പിടിച്ചു. നീ മുടി വളർത്തിയപ്പോഴേ ഞാൻ കരുതിയതാ നീ മുടിയനായ പുത്രനാണെന്ന്. ആദ്യം പഠിത്തം, പിന്നെ വിളിച്ചത് ഞാൻ അതിനാ, എന്നിട്ട് പിന്നെ ജോലി. പഠിത്തം കഴിഞ്ഞിട്ട് മതി കെട്ടിപ്പിടുത്തം. കേക്കണ്ട, ആരെങ്കിലും വിളിച്ച അപ്പൊ തന്നെ ഇറങ്ങി അങ്ങോട്ട് പോരും. ആരുടെ ഈ ചക്കയും വാങ്ങിയിട്ട് വരാൻ നിന്റെ ബന്ധുക്കളാണ്? ആരാണ് സാർ? മാറിയിക്കണ. മോർണിംഗ്. ഞങ്ങള് രാരീരം രാരാരോ എന്ന് പറയുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ നിന്ന് വരിക. ഓഫീസർ, ജൂനിയർ ഓഫീസർ. ആരാണ് സീനിയർ? അതെന്നായിരുന്നു ആകുമല്ല പിടിക്കാൻ. ആദ്യം നമ്മൾ ടാർജറ്റ് ഒപ്പിക്കാൻ നോക്കണം സാർ. അതെ, ഞങ്ങള് ഇവിടെ ഒരു കുട്ടി കല്യാണം കഴിച്ചോണ്ട് വന്നു എന്നറിഞ്ഞു. അപ്പൊ അവരെ ഒന്ന് കൺവേ ചെയ്തിട്ട്. പെൺകുട്ടി. ഹായ്, ഹലോ. മാറിക്കിടക്കണേ. നമ്മൾ ഗർഭിണി ആയി കഴിഞ്ഞാൽ അത് മുതലുള്ള കാര്യങ്ങൾ, കൊച്ചിന്റെ ബർത്ത്ഡേ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കമ്പനി അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒന്നും അറിയണ്ട. ഈ മാതാപിതാക്കൾ ചെയ്യുന്നതും ഹോസ്പിറ്റൽ കേസുകൾ എല്ലാം ഞങ്ങൾ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ ഫണ്ട് മാത്രം ഇഷ്യൂ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ മകനൊരു ജോലി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കും. കൈയെടുക്കില്ല. ജോലിയില്ലാതെ അവൻ ഒരു പെണ്ണിനെയും പ്രേമിച്ച് വിളിച്ചപ്പോ തന്നെ അവൾ ഇറങ്ങി വരെയും ചെയ്ത്. പേടിക്കണ്ട, അപ്പൊ പൈസ ഞങ്ങൾ എല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ കമ്പനി ഏറ്റെടുത്തോളൂ. പൈസ അതാണ് പറയണത്. അവൻ ആദ്യം ഒരു ജോലി മേടിച്ചു കൊടുക്ക്. സാർ, ഞങ്ങളുടെ കർമ്മം ജോലി മേടിച്ചു കൊടുക്കലല്ല, അവരെ ഗർഭിണിയായിട്ട് അവരെയും കൊണ്ട് പോകുക എന്നുള്ളത്. മോനെ, ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ചീത്തപ്പേരെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അവനോട് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞത്. ടെസ്റ്റ് നടത്തിയപ്പോ അവള് ഗർഭിണിയല്ല. അപ്പൊ ഇവൻ എന്നോട് നുണ പറഞ്ഞില്ല ഈ മുടിയനായ പുത്രൻ. മൂന്നാറൊക്കെ ഇവർക്ക് ഒരു ട്രിപ്പ് കൊടുത്താലോ? രണ്ട് ഗർഭിണിയാക്കാനാ? അല്ല സാർ, മൂന്നാറേക്ക് നമ്മൾ 3 ദിവസത്തെ ട്രിപ്പ് കൊടുക്കുന്നുണ്ട് കപ്പിൾസിന്. അപ്പൊ അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും പോകാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും. ഇതൊക്കെ ഇതിലുള്ള ഫ്രീ ആണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രിപ്പ് ഇപ്പൊ നിങ്ങൾ പറയുമ്പോ പിന്നെ നമ്മൾ എന്തായാലും ഞാനിപ്പോ ഇവനെ ഇത് വിളിച്ചുകൊണ്ടുവന്നപ്പോ 2 ദിവസം ട്രിപ്പ് ഇട്ട് കിടന്നാണ്. ഇനിയിപ്പോ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാറാ. 2 പേർക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ വൈഫും എന്റെ മരുമോളും കൂടി വരും. അയ്യോ, അത് പറ്റില്ല. എന്നാ പിന്നെ ഞാനും ഇവനും കൂടി വരാം. അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും കൂടി വരണം, കപ്പിൾസ്. ഇല്ല, ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ നടക്കൂല. കാര്യം അവള് പഠിച്ചുകൊണ്ടിരിക്കണം, അവളുടെ പഠിപ്പ് കഴിയണം. അവന്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം അവനൊരു ജോലിയും കൂടി സമ്പാദിക്കണം. എന്നിട്ടായിരിക്കും അവരുടെ ട്രിപ്പ്. അതിപ്പോ അവനോട് ചോദിക്കണം. അങ്ങനെ പറയരുത് സാർ, നമ്മൾ പച്ചമാങ്ങയിൽ തുടങ്ങി ചക്കയിൽ അവസാനിപ്പിക്കുകയാണ്. പച്ചമാങ്ങയും ചക്കയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സംഗതി കൊള്ളാം. വിനോദ്, ഒരു പൈതപൈയില്ല പോലെ കുറെ അണ്ടൻ ചുറ്റികൾ ഇങ്ങനെ വരും. അച്ഛൻ പോയല്ലോ അല്ലേ? എന്താ പേരെന്നാ പറഞ്ഞ? മനു. ഞങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു മോട്ടിവേഷൻ ആണെന്ന് വിചാരിക്കണ്ട. മനുവിന്റെ അച്ഛനൊരു വിവാഹിതനാണ്. മനുവിന്റെ അച്ഛൻ വിവാഹിതനായി കഴിഞ്ഞിട്ടാണ് മനു ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ആരും തടസ്സപ്പെടുത്താൻ വന്നില്ല. മനു ചെന്ന് വഴക്കിടാനും പോയില്ല. പുള്ളി ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു. മനു അങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നു. മനുവിന്റെ ഇഷ്ടമാണ് മനുവിനൊരു കുട്ടി വേണമെന്നുള്ളതും ഭാര്യ ഗർഭിണിയാകണമെന്നുള്ളതും. നമ്മുടെ പ്രൈവസിയിൽ കയറി അച്ഛൻ ഇടപെട്ടാൽ നമ്മളത് അംഗീകരിക്കണം. ആഗ്രഹം ചേട്ടാ, അച്ഛൻ സമ്മതിക്കണ്ടേ? ബच्चൻ സമ്മതിച്ചിട്ട് കാര്യമില്ല. ബच्चന് ഷാരൂഖാനും അല്ല ഇവിടെ സമ്മതിക്കേണ്ടത്. അച്ഛനല്ല, എന്റെ അച്ഛൻ സമ്മതിക്കണില്ലെന്ന്. അങ്ങനെ നമ്മള് പ്ലച്ചനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അച്ഛനൊരു മ്ലേച്ഛനാണെന്ന് മനസ്സിലായി. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? അപ്പൊ മൂന്നാറോ ഊട്ടിയിലോ കൊടൈക്കനാലോ എവിടെ വേണമെങ്കിലും ടൂർ പോകാനുള്ള ഒരു പാക്കേജ് ഞങ്ങൾ ഒപ്പിച്ചു തരാം. ആഗ്രഹമുണ്ട്, ഇങ്ങനെ സമ്മതിക്കുകയല്ല. നമ്മുടെ കമ്പനിയുടെ ടാർജറ്റ് ഒപ്പിക്കാൻ വേണ്ടത് നിങ്ങളുടെ വൈഫ്. അങ്ങനെ വേണം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. ജോലി ഇല്ലെന്നുള്ള കാര്യം വിട്ടേക്ക്, സാമ്പത്തികം മുഴുവൻ ഞങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്. അതെ അതെ അതെ. അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വിളിക്കാൻ മറക്കരുത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും രാരീരം രാരാരോ ഇവൻ മാനേജിംഗ് കമ്പനി കൂടെ ഉണ്ട് കേട്ടോ. വിസിറ്റിംഗ് കാർഡ് ആണല്ലേ? വിഷ് യു ആൾ ദ ബെസ്റ്റ്. യുവർ ലൈഫ് ഈസ് സക്സസ്ഫുൾ. നമ്മൾ 4000 പേരല്ലേ പറഞ്ഞത്, ആ പക്ഷെ ഒരു 5000 പേര് കഴിച്ചെന്ന് പറഞ്ഞാൽ വിളിക്കാത്ത ആൾക്കാരൊക്കെ വന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, ആ മറന്നു അല്ലേ? ഏയ് ഇല്ല നിങ്ങളെ മറക്കാനാ? പരിപാടി അടിപൊളിയാക്കി തന്നെ നിങ്ങളെ മറക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ വളരെ ഗംഭീരായിരുന്നു. ഇവിടെ പരിസരത്തുള്ള എല്ലാവരും ചോദിക്കണേരുന്നത്. ആണോ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അതെ അതെ, ഞങ്ങള് ഗിഫ്റ്റ് മാത്രമല്ലല്ലോ, ഞങ്ങളെ കമ്പനി ഇതിനു വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മള് കല്യാണം മുതലുള്ള കാര്യങ്ങള്, കൊച്ചിന്റെ ബർത്ത്ഡേ വരെ ഞങ്ങൾ പൈസ ചോദിക്കില്ല. അത് അന്ന് പറഞ്ഞാണല്ലോ. അതിനുശേഷമല്ല ഞങ്ങളുടെ ഫണ്ട് ശേഷം ആ ഫണ്ടിന്റെ കൂടെ നമ്മുടെ ഒരു ചെറിയൊരു ബെനിഫിറ്റ്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കുട്ടിയായ നിങ്ങൾ അറിയിക്കും. അതെ അതെ. അറിയിക്കണമല്ലോ. പക്ഷെ നിങ്ങൾ അത്രയും വലിയ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല കേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു അവർക്ക് ടൂർ പ്രോഗ്രാം ഒക്കെ? ഓ മോൾക്ക് അതിനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. 2 ദിവസം ഒന്നും പറഞ്ഞാണല്ലോ നിങ്ങൾ കൊണ്ടുപോയത്. 4 ദിവസം നിന്ന് ഫുഡും അക്കോമഡേഷനും ഓഫ് ഒരു രക്ഷയില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് കുറവില്ല അക്കയുടെ മോഷൻ ഇത്ര ബോറ് ആണോ? സോറി, ഞാൻ അത് പെട്ടെന്ന്. എന്നിട്ട് നമ്മള് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു കാര്യം അവരൊന്ന് വിളിച്ചിരുന്ന ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അല്ല അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്താ? അവര് മോള് കാനഡക്കും പോയി, അവൻ ഓസ്ട്രേലിയക്കും പോയി. മോളി കാനഡയ്ക്ക് പോയോ? വീണ്ടും പോയോ? പോയെന്ന് അക്കരെ ഇക്കരെ നിന്ന് എങ്ങനെ ആശ തീരും? അല്ല ഞങ്ങളുടെ ആശ കുട്ടികളുടെ കല്യാണം കാണാന്നുള്ളായിരുന്നു. അവരുടെ ആഗ്രഹം കല്യാണം കഴിക്കണം എന്നായിരുന്നു അവരുടെ ആശ. അത് നടന്നു. നിങ്ങളുടെ അല്ല, രാരീരത്തിന്റെ ആശ എങ്ങനെ തീരുമെന്ന്? ഓ നിങ്ങളുടെ ആശ അത് ഇനിയിപ്പൊ 2 കൊല്ലത്തേക്ക് നിരാശ.